കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെജൻഡറി സിമ്പിളിന് പോലെ ജാക്കോബി സിമ്പിളിനും റെസിപ്രോസിറ്റി ലോ ഉണ്ടെന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അവിടെ സ്മോൾ പിയും സ്മോൾ ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ ക്യൂ ആണെന്ന് മാത്രം. ഓക്കെ, അഥവാ നിങ്ങളോട് ജാക്കോബി സിമ്പിളിൻ്റെ റെസിപ്രോസിറ്റി ലോ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപാടി കുറച്ചുകൂടെ എളുപ്പമാവുക ചെയ്യുന്നത്. പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സമയം കളയുന്നില്ല. ജാക്കോബി സിമ്പിൾ വെച്ചിട്ടുള്ള ലാസ്റ്റ് തിയറമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. പിയും ക്യൂവും രണ്ട് പോസിറ്റീവ് ഓഡ് ഇൻറ്റിജേഴ്സാണ്, പ്രൈംസ് അല്ല, ഓഡ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ വിത്ത് GCD1 അത് ശ്രദ്ധിക്കുക കേട്ടോ. GCD1 എന്നുള്ളൊരു അഡീഷണൽ ആയിട്ട്, മറ്റേ പ്രൈം ആകുമ്പോൾ GCD1 എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ GCD1 ആയിരിക്കും. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് സ്മോൾ പിയും സ്മോൾ ക്യൂ മാറ്റിയിട്ട് ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ ക്യൂ ആക്കി മാറ്റിയിട്ടുണ്ട്. P-1/2 ഇൻറ്റു Q-1/2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, P-1 ഇൻറ്റു Q-1/4 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പ്രൂഫിലേക്ക് പോവാം. രണ്ട് പോസിറ്റീവ് ഓഡ് ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഓഡ് ആയതുകൊണ്ട് നമുക്ക് P-നെ ഇങ്ങനൊരു പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ശ്രദ്ധിക്കുക, ഡിസ്റ്റിങ്ക്റ്റ് ആവണം നിർബന്ധമില്ല. അതായത് ഞാൻ പവേഴ്സ് ഒന്നും എഴുതിയില്ല, മുമ്പത്തെ തിയറം 9.10 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റിങ്ക്റ്റ് ആവാതെ എഴുതി കുറച്ച് പ്രൈംസ് നിരത്തിയാണ് എഴുതിയിരിക്കണം. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാം. ക്യൂ അതുപോലെ നിരത്തി എഴുതിയിരിക്കണം കുറേ പ്രൈംസ്. PIsഉം QJsഉം പ്രൈംസ് ആണെന്ന് മാത്രമേ കണ്ടീഷനുള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ ഡയറക്റ്റായിട്ട് P/Q Q/P കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. P/Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ മാറിപ്പോകാനുള്ളൊരു ചാൻസ് ഉള്ളത് നിങ്ങൾക്ക് ഈ N-ഉം M-ഉം ആണ്. ഫസ്റ്റ് P/Q ഇതില്ലാന്ന് കരുതാം കേട്ടോ. P/Q മാത്രം നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ അറിയാം? N/P കാണാൻ അറിയാം. N/Pൻ്റെ ഫോർമുല എന്തായിരുന്നു? പൈ I = 1 to M. എമ്മോ എന്നോ പിയിൽ എത്ര പ്രൈംസ് ഉണ്ടോ അവർ ഓരോരുത്തരെയും എന്നിൻ്റെ കൂടെ ലെജൻഡറി സിമ്പിൾ കാണുക, PIയിലെ റേസ് ടു A, അതിൻ്റെയൊക്കെ പവർ കൊടുക്കുക. അപ്പോൾ ഇവിടെ P/Q എഴുതുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് P ആണ്, അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് P എഴുതി. ക്യൂവിൻ്റെ സ്ഥാനത്ത് അല്ല, ഇവിടെ Pൻ്റെ സ്ഥാനത്ത് Q ആണ് അല്ലേ. അപ്പോൾ ക്യൂവിൽ എത്ര പ്രൈംസ് ഉണ്ടോ അവരെ വേണം നിങ്ങൾ താഴെ കൊടുക്കാൻ. ക്യൂവിലെ പ്രൈംസ് ആരൊക്കെയാണ്? Q1 Q2 Qn. അപ്പോൾ Q1 Q2 Qn അവരാണ് വേണ്ടത്. എത്ര പ്രൈംസ് ഉണ്ടോ അത്രയും പ്രൊഡക്റ്റ് വരും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശരി, ഇവിടെ നമ്മൾ Q1 Q2 അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയി എടുത്തുകൊണ്ട് ഇപ്പോൾ പവേഴ്സ് എല്ലാം 1 ആയിട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് AI കാണാത്തത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക, താഴത്തെ നമ്പർ Q ആണ്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ Q1 Q2 Qn ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ QI കൊടുത്തത്. എത്ര എണ്ണം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ N എണ്ണം ഉണ്ട്. ഇനി അതുപോലെ തന്നെ Q/P ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ എൻ്റെ സ്ഥാനത്ത് Q ആണ്, അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാനത്ത് Q എഴുതി. Pയുടെ സ്ഥാനത്ത് P തന്നെയാണ്, അപ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ P1 P2 Pm. പിയിലെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷനിലെ പ്രൈംസ് P1 P2 Pm ആണ്. അപ്പോൾ M പ്രൈംസ് ഉണ്ടായിരിക്കും, P1 P2 അങ്ങനെ J കൊടുത്തിട്ടുണ്ട് ഇവിടെ I വേരിയബിൾ. ഓക്കെ, ആദ്യം ഇത് എഴുതലൊന്ന് പഠിച്ചു. ശരി, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ P/Q × Q/P ഇതാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ സൈഡിൽ വേണമെങ്കിൽ എഴുതാം. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, P1 × P2 × etc. × Pm ആണ്. അതുപോലെ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 × Q2 × etc. Qn ആണ്. അപ്പോൾ ഞാൻ Pക്ക് പകരം അത് എഴുതി കൊടുത്തു, Qന് പകരം അത് എഴുതി കൊടുത്തു. ഓക്കെ, ഇനി അത് വെച്ചിട്ട് നമ്മൾ തിയറം 9.9 Bയിൽ പഠിച്ചല്ലോ, എന്തായിരുന്നു? ഒരു N/P × M/P എന്ന് വന്നു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ചേർത്ത് എഴുതാം, അല്ലെങ്കിൽ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്കിതിനെ കുറേ എണ്ണമായിട്ട് സെപ്പറേറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൂടെ? ഈ ഇതിനകത്ത് തന്നെ സ്പ്ലിറ്റ് ചെയ്തുകൂടെ? P1/QI, P2/QI, അങ്ങനെ PM/QI ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ എനിക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം, Q1/PJ, Q2/PJ, Qn/PJ എന്നുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ M ടേംസ് ഉണ്ടാവും, ഇവിടെ N ടേംസ് ഉണ്ടാവും. ഈ ഒരു ഇതിനകത്ത് തന്നെ കേട്ടോ. അതായത് ഒരു പർട്ടിക്കുലർ QI വെച്ചിട്ട് എനിക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, പർട്ടിക്കുലർ PJ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ കോംപ്ലിക്കേറ്റ്, നിങ്ങൾ പ്രൂഫ് എഴുതുമ്പോൾ ഇത് എഴുതണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വലിച്ചു വാരി എഴുതിയതാണ്. അത് എഴുതണമെന്നില്ല, കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എഴുതി പോയിക്കോ. ഇനി ശ്രദ്ധിക്കുക, ഞാനിനി I = 1 to N വരെ കൊടുക്കാമല്ലോ. ഓക്കെ, I = 1 കൊടുത്തു നിർത്താം. അപ്പോൾ എന്താ ഈ ടേംസ്? I = 1 ആട്ടോ. എനിക്ക് കൊടുത്തിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. P1/Q1, P2/Q1, Pm/Q1. ഞാനത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയുള്ളൂ. P1/Q1, P2/Q1, അങ്ങനെ Pm/Q1 വരെ. ഞാൻ I = 2 കൊടുക്കാം. I = 1 to N വരെ കൊടുക്കണമല്ലോ. I = 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? P1/Q2, P2/Q2, Pm/Q2.
i=n വരെ കൊടുക്കണം. അപ്പോൾ എന്താവും P1/Qn, P2/Qn, Pm/Qn വരെ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടേംസ് വരും. ഞാനത് ഒക്കെപ്പാടെ ചേർത്തിട്ട് അങ്ങനെ എഴുതിയാണ് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രൂഫ് എഴുതുമ്പോൾ എഴുതണം നിർബന്ധമല്ല, എഴുതിയാലും തെറ്റൊന്നുമില്ല, എഴുതണം നല്ലതൊക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ഈ സെക്ഷനിലേക്ക് വരാം. ഇവിടെ j=1 കൊടുത്തിട്ട് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. Q1/P1, Q2/P1, Qn/P1. j=2 കൊടുക്കാം. അപ്പോൾ Q1/P2, Q2/P2, Qn/P2. Pൻ്റെ അവിടെയാണ് j ഉള്ളത്. അപ്പോൾ അത് വായിച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് jയുടെ വാല്യൂ m കൊടുത്തു കഴിഞ്ഞാൽ Q1/Pm, Q2/Pm, അങ്ങനെ Qn/Pm വരെ വരും. ഇത്രയും പ്രൊഡക്റ്റ് ടേംസ് ഉണ്ടായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, ഇനിയാണ് ഇത് നമ്മൾ മാറ്റി എഴുതുന്നത്. ഓക്കെ, ഇവിടെ നോക്കി നോക്കടാ, P1/Q1 ഉണ്ട്, Q1/P1 ഇല്ലേ. അടുത്തത് P2/Q1 ഉണ്ട്. നിങ്ങൾ റോ വൈസും കോളം വൈസും ആലോചിച്ചാൽ മതി. P1/Q1 ഉണ്ട്, Q1/P1 തലതിരിച്ചുണ്ട്. P2/Q1 ഉണ്ട്, Q1/P2 ഉണ്ട്. ലാസ്റ്റ് Pm/Q1 ഉണ്ട്, Q1/Pm ഉണ്ട്. അതായത് ഈ എല്ലാ ടേംസ്, ഇതിൽ വരുന്ന എല്ലാ ടേംസിൻ്റെയും തലതിരിച്ച ടേം ഉണ്ടാവും. അപ്പോൾ എനിക്ക് എല്ലാ ടേംസിനെയും ഒരുമിച്ചാക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റൂലേ. Pi/Qj ഉണ്ടെങ്കിൽ Qj/Pi ഉണ്ടായിരിക്കും. ഉറപ്പല്ലേ? P1/Q1 ഉണ്ടെങ്കിൽ Q1/P1, അങ്ങനെ ഏതൊരു നിങ്ങളെ ആർബിട്രേറ്റ് അതായത് ലാസ്റ്റ് P2/Qn ഇതെനിക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റും. P2/Qn അതെ Qn/P2 ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതൊരു ടേം ഉണ്ടെങ്കിലും അതിൻ്റെ തലതിരിച്ചതും ഉണ്ടാവും. സോ എനിക്കിതിനൊരു വലിയ പ്രൊഡക്റ്റാണല്ലോ, ചേർത്ത് എഴുതാം. Pi/Qj, Qj/P. I ഏത് മുതൽ ഏത് വരെ വേരി ചെയ്യാം? Pൻ്റെ വാല്യൂസ് താഴെയുള്ളത് 1 2 m വരെ വേരി ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് i=1 to m. j ഏത് മുതൽ ഏത് വരെ വേരി ചെയ്യാം? j=1 to n. ഓക്കെ, ഇതാണ് വേരിയേഷൻ. ഈ പ്രൊഡക്റ്റിനെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിനെ ഇങ്ങനെ മാറ്റി എഴുതിയത് ഇതുകൊണ്ടാണ്. ടെക്സ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിച്ചു വാരി എഴുതിയത്. കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പേടിക്കേണ്ട, ലെങ്തി പ്രൂഫല്ല, ആകെ അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ P/Q × Q/P ഇതാണ് നമുക്ക് കിട്ടി. കഷ്ടപ്പെട്ട് നമ്മളത് കണ്ടുപിടിച്ചു. ഇനി ഇത് നോക്കിയടാ, ഇത് രണ്ടും പ്രൈംസ് അല്ലേ? ഇത് പ്രൈം ഫാക്ടറൈസേഷനിലെ പ്രൈം അല്ലേ, ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് സൈഡിലൊന്ന് എഴുതി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതായത് ഇതിപ്പോൾ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ ലെജൻഡറി സിമ്പിളിൻ്റെ P/Q × Q/P വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു ഫോർമുല? -1 P - 1/2 Q - 1/2 അല്ലെങ്കിൽ P - 1 × Q - 1/4. ഇങ്ങനെ എഴുതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ അതല്ലേ ഹെൽപ്പ് ആവുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് അവിടെ നിൽക്കട്ടെ, പ്രൊഡക്റ്റ് ടേം അവിടെ നിൽക്കട്ടെ, ഇതിൽ എനിക്ക് ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റിയിലോ ഫോർ ലെജൻഡറി സിമ്പിൾ അപ്ലൈ ചെയ്യാം. -1 ഇവിടെ Pi യും Qj ആണെന്ന് മാത്രം. Pi - 1/2 Qj - 1/2. ഇനി ശ്രദ്ധിക്കുക, ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതണമെന്നില്ല. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് വലിച്ചു വാരി എഴുതിയാൽ ശരിക്കും ഇവിടെ തന്നെ ഇത് ചെയ്യാമായിരുന്നു, പക്ഷേ ഇതാണ് നല്ലത്. ഞാൻ ഐക്കും ജെക്കും വാല്യൂ കൊടുത്തിട്ട് ഇതിൽ എത്ര ടേംസ് ഉണ്ടാവുമെന്ന് മുഴുവൻ എഴുതാം. ആദ്യം ഞാൻ ഐയുടെ വാല്യൂ കൊടുക്കുകയാണ്. ഐയുടെ വാല്യൂ 1 കൊടുത്തിട്ട് എഴുതാൻ പോവാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഐയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ റോ മൊത്തം ഐയുടെ വാല്യൂ 1 കൊടുത്തിട്ടോ. അപ്പോൾ എന്താ വരിക? P1 - 1/2. ഓക്കെ, P1 - 1/2, P1 - 1/2. ജെയുടെ വാല്യൂ ഏത് മുതൽ ഏത് വരെ കൊടുക്കാം? ഐയുടെ ഓരോ പർട്ടിക്കുലർ വാല്യൂവിനും ജെയുടെ ഓരോ I 1 മുതൽ m വരെ, J 1 മുതൽ n വരെ വേരി ചെയ്യാമല്ലോ. I 1 മുതൽ 1 കൊടുത്തിട്ട് എല്ലാ J വാല്യൂയും കൊടുക്കാൻ പോവാം. അപ്പോൾ -1 P1 - 1/2. ഓക്കെ, അത് ഫിക്സ് ചെയ്തു. ഇനി ജെയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ Q1 - 1/2 വരും, Q2 - 1/2 വരും, അങ്ങനെ Qn - 1/2 വരെ. ഇത് I = 1 കൊടുത്തിരിക്കുക കേട്ടോ, ഈ റോ. ഇനി I = 2 കൊടുക്കാം. അപ്പോൾ എന്താവും? -1 P2 - 1/2, Q1 - 1/2, Q2 - 1/2, Qn - 1/2 വരെ വീണ്ടും വേരി ചെയ്യും. ഇതുപോലെ I = 3 കൊടുക്കാം. I = അങ്ങനെ ലാസ്റ്റ് I = m വരെ കൊടുക്കാം. -1 Pm - 1/2, Q1 അതായിരിക്കും എല്ലാ ടേമിലും ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് J വേരി ചെയ്യാം. Q1 - 1/2, Q2 - 1/2, Qn - 1/2. ഇത് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതി കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കിയോളാം, നമ്മൾ മുമ്പൊരു തിയറത്തിൽ പറഞ്ഞ പോലെ -1 പവേഴ്സാണ് എല്ലാം. അപ്പം ജസ്റ്റ് ആ പവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ പോലെ. ഈ പ്രൊഡക്റ്റിനെ നമ്മൾ സമ്മേഷൻ്റെ ഫോമിൽ പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. -1 പവേഴ്സാണ് എല്ലാം. ഈ പവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ.
അതായത് -1ൻ്റെ പവേഴ്സ് ഏതൊക്കെ വരുന്നത്? ഇവിടെ P1 - 1/2 Q1 - 1/2 P1 - 1/2 Q2 - 1/2 P1 - 1/2 Qn - 1/2 ഇനി അടുത്ത P2 - 1/2 Qn - 1/2. ഇവിടെ അതെ Pi - 1/2 Qj - 1/2 ഫോമാറ്റിലാണ് ഓരോ പവർ നിൽക്കുന്നത്. ഓക്കെ, അത് ആഡ് ചെയ്താൽ പോരെ. I ഏത് മുതൽ ഏത് വരെ? 1 to m വരെ വേരി ചെയ്യും. J ഏത് മുതൽ ഏത് വരെ? J to n വരെ. അതായത് -1ൻ്റെ പവർ തന്നെയാണ്. Pi - 1/2 Qj - 1/2 ഫോമാറ്റിലാണ്. അതിൽ Piയിൽ I വേരി ചെയ്യുന്നത് 1 മുതൽ m വരെ, Qjയിൽ J വേരി ചെയ്യുന്നത് 1 മുതൽ n വരെ. അതായത് ഈ ഫോമാറ്റിൽ എനിക്കൊരു സമ്മേഷൻ -1 ഒരു സമ്മേഷനാക്കി എഴുതാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ജസ്റ്റ് -1 എന്ന് കൊടുത്തു. ഇവിടെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ? -1 P - 1 × Q - 1/4 ആണെന്ന് പ്രൂവ് ചെയ്യല. അപ്പോൾ ഞാൻ ഇതിനി P - 1/2 × Q - 1/2 അല്ലെങ്കിൽ P - 1 × Q - 1/4 ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. ഞാൻ ജസ്റ്റ് ഇതിനെ -1 സേ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിന് ഈ പവർ ഞാൻ 6 എന്നെടുത്തു, -1 ആയിട്ട് എഴുതി. ഇനി ഞാൻ 6 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സമ്മേഷനായിട്ടാണ് കിട്ടിയത്. ഓക്കെ, Pi - 1/2 Qj - 1/2 ഇതിലിടാ നോക്കി നോക്കാം. ആദ്യം ഇപ്പോൾ സമ്മേഷൻ J = 1 to n ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് കരുതാം. J അല്ലേ, അപ്പോൾ ഈ Pi - 1 Iക്ക് അവിടെ റോളില്ലല്ലോ, പുറത്തേക്ക് എടുത്തൂടെ. ഈ സമ്മേഷനിൽ J അല്ലേ വേരിയബിൾ, അപ്പോൾ Pi - 1/2 ഈ സമ്മേഷൻ്റെ പുറത്തേക്ക് എടുക്കാം, ഇവിടെ കൊണ്ടുവന്ന് എഴുതാം. ഇനി നോക്കി നോക്ക്, ഈ സമ്മേഷൻ നിങ്ങൾ മുമ്പത്തെ ഒരു തിയറം 9.10 കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു തിയറം അവിടെ നിങ്ങൾ പ്രൂവ് ചെയ്തതാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. സമയം ഉണ്ടെങ്കിൽ അത് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അവിടെ നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമ്മേഷൻ Pi - 1/2 കോൺഗ്രുവൻറ്റ് to P - 1/2 mod 2 എന്ന്. തിയറം 9.10ൻ്റെ പ്രൂഫിൽ -1/p പ്രൂവ് ചെയ്ത ഫോമാറ്റിൽ അതിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു സമ്മേഷൻ I = 1 to m Pi - 1/2 കോൺഗ്രുവൻറ്റ് to P - 1/2 mod 2 എന്ന്. ഓക്കെ, അത് ഞാൻ ഡയറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുത്തിരിക്കുകയാണ്. സമ്മേഷൻ I = 1 to m Pi - 1/2 കോൺഗ്രുവൻറ്റ് to P - 1/2 mod 2. അപ്പോൾ പിന്നെ അവിടെ P Qj വെച്ചിട്ടും പറയാമല്ലോ. P ഒരു ഓഡ് നമ്പർ, അത് Qൻ്റെയും അത് ബാധകമായിരിക്കും. നമ്മളിതവിടെ ജനറലായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ? തിയറം 9.10ൻ്റെ പ്രൂഫിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് Qj - 1/2 പറ്റും. ഓക്കെ, ഇനി കഴിഞ്ഞോടാ ഇതിൽ. അതായത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P - 1/2 mod 2 ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ Q - 1/2 mod 2 ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? R is ഇവിടെ ഈക്വൽ ടു എന്നുള്ള കോൺഗ്രുവൻറ്റ് ആക്കി മാറ്റണം. ഓക്കെ, R is congruent to P - 1/2 × Q - 1/2 mod 2. 2 mod 2 എന്ന് ഇടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് R. R is congruent to P - 1/2 Q - 1/2 mod 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R-ന് R- ഇത് മുമ്പേ പറഞ്ഞു A congruent to B mod 2 ആണെന്നുണ്ടെങ്കിൽ A - B is multiple of 2. അതായത് A is equal to B plus 2k. അപ്പോൾ ഇവിടെ എന്ത് വരും? R is equal to P - 1/2 × Q - 1/2 plus 2k എന്നുള്ള ഫോമാറ്റിൽ എഴുതാമല്ലോ. ഇനി ഈ R കൊണ്ടായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആറിൽ സ്റ്റാർ എന്ന ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? -1 നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് P/Q × Q/P ഉണ്ടോ? P/Q × Q/P = -1 ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാൻ മുമ്പത്തെ തീരത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു -1ന് 2k ഒക്കെ പവർ വന്നു കഴിഞ്ഞാൽ അത് 1 ആയി പോയിക്കോളും. ബാക്കി ഇതല്ലേ ഉണ്ടാവുള്ളൂ. ഇത്രയുള്ള പ്രൂഫ് സിമ്പിളാണ്. ജാക്കോബി സിമ്പിളിൻ്റെ റെസിപ്രോസിറ്റി ലോ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തിയറം 9.10ൽ ഈ പ്രൂഫ് ആ ഭാഗം നോക്കിയേക്ക്.